സ്വന്തം രാജ്യത്തെ ഒരു പ്രശ്നത്തിലേക്ക് തള്ളിവിടാൻ പോലും ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുവദിക്കില്ല. എന്നും ഭാരതീയരെ ഭദ്രമാക്കാൻ, നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തു നൽകുന്നതിൽ വളരെയധികം ശ്രദ്ധാലുവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആഗോളതലത്തിൽ, അതായത് ലോകമെമ്പാടും ഇവിടെ ഇന്ധനവില കുതിച്ചുയരുമ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ പെട്രോൾ വില വർദ്ധിക്കാതെ തന്നെ അത് പിടിച്ചു നിർത്താൻ ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് എന്നും BJP ഇവിടെ അത് എടുത്തു സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പല കോണുകളിൽ നിന്ന് പോലും രാഷ്ട്രീയ വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന വിലയിരുത്തലടക്കം പുറത്തു വരുന്നുണ്ട്. ഫെബ്രുവരി അവസാനം മുതൽ ആരംഭിച്ച US-ഇറാൻ യുദ്ധം ആഗോള ഊർജ്ജ വിപണിയെ വൻ പ്രതിസന്ധിയിലാക്കിയിട്ട് പോലും ഇന്ത്യയിൽ പെട്രോളിന് ലിറ്ററിന് 94.77 രൂപ എന്ന നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പശ്ചിമേഷ്യൻ സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അയൽ രാജ്യമായ പാകിസ്ഥാനെയും ചൈനയുമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരികയും ഏകദേശം പാകിസ്ഥാനിൽ ലോക്ക്ഡൌണിന് തുല്യമായ ഒരു രീതിയിലേക്ക് വരുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഇന്ധനക്ഷാമം കാരണം സ്കൂളുകൾ അടയ്ക്കുകയും ഓഫീസുകൾ അടച്ചുപൂട്ടേണ്ട അവസ്ഥ ഉണ്ടാവുകയും, അതായത് രാജ്യം മൊത്തത്തിൽ തന്നെ അവിടെ അടച്ചുപൂട്ടേണ്ട ഒരു ഗതികേടിലേക്ക് പാകിസ്ഥാന് എത്തി നിൽക്കേണ്ടി വന്നു. എന്നാൽ ഇതേ അപേക്ഷിച്ച് ഇന്ത്യക്കാകട്ടെ ഒരു ഇന്ധനക്ഷാമം നേരിടേണ്ടി വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് സർക്കാരിനെ പോലും പഴി ചാരേണ്ട ഒരവസ്ഥ ഇന്ത്യക്ക് ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും വാസ്തവകരമായ കാര്യം. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് നേരെ അവിടുത്തെ ജനങ്ങൾ തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് അഴിച്ചുവിട്ടത്. മാത്രമല്ല, വലിയൊരു നാണക്കേടിലേക്കാണ് അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ തള്ളിവിട്ടിരിക്കുന്നത് എന്നതും ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്നാൽ ഇവിടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മൾ ഭാരതീയർക്ക് വേണ്ടി, നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇസ്രയേൽ, അമേരിക്ക, ഇറാൻ സംഘർഷത്തെ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയരുമ്പോഴും ഇന്ത്യയിൽ പെട്രോൾ വില വർദ്ധിക്കാതെ തന്നെ പിടിച്ചു നിർത്താനുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തിയതും അത് വലിയ നേട്ടമാണ് എന്നും BJP വിലയിരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോളതലത്തിൽ ഇന്ധനവിലയിൽ ഉണ്ടായ വർധനവ് ചൂണ്ടിക്കാട്ടി BJP വക്താവായ പ്രദീപ് ഭണ്ഡാരി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരമാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയും വില 22% വർദ്ധിപ്പിച്ചപ്പോൾ ജർമ്മനിയിൽ 15%, ചൈനയിൽ 11% വർധനവുണ്ടായതായും ഈ വൻ ശക്തി രാജ്യങ്ങളെല്ലാം തന്നെ വിലക്കയറ്റത്തിൽ വലയുമ്പോൾ ഫെബ്രുവരിക്ക് ശേഷം ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോൾ പ്രദീപ് ഭണ്ഡാരി ഇവിടെ കണക്കുകൾ നിരത്തിക്കൊണ്ട് അവകാശപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംയോജിതമായ ഇടപെടലുകളാണ് ഈ സ്ഥിരതയ്ക്ക് കാരണമായതെന്നും അത് പ്രതിപക്ഷത്തിന് ഇത് അംഗീകരിക്കാൻ കഴിയുന്നല്ല എന്നതാണ് മറ്റു പാർട്ടി വിമർശനങ്ങൾ ഉയരുന്നത്. അതേസമയം ലോകത്തിലെ 20% എണ്ണയും പ്രകൃതിവാതകവും കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉപരോധിച്ചതോടുകൂടി തന്നെ ആഗോള വിപണിയിൽ എണ്ണക്ഷാമം രൂക്ഷമാവുകയാണ് ഉണ്ടായത്. ഫെബ്രുവരി 28 അയത്തുള്ള അലി ഖൊമേനി കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് തന്നെ മേഖലയിലെ കപ്പൽ ഗതാഗതം 98% കുറയുകയും ചെയ്തു. എന്നാൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യൻ പതാക വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾക്ക് ഇറാൻ സുരക്ഷിത പാത അവിടെ അനുവദിച്ചു നൽകുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇന്ത്യയിലേക്കുള്ള LPG ടാങ്കർ സുരക്ഷിതമായി തന്നെ കടലിടുക്ക് കടന്ന് വലിയ ആശ്വാസകരമായി തന്നെ ഇന്ത്യയിലേക്ക്, അതായത് ഇന്ത്യയെ ലക്ഷ്യമാക്കി തന്നെ മുന്നോട്ട് കുതിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയനുമായി തന്നെ ഫോണിൽ സംസാരിക്കുകയും അതുപോലെ മേഖലയിലെ സമാധാനത്തിന് ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്തിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രിമാരുമായി തന്നെ നിരവധി തവണ അവിടെ വലിയ രീതിയിലുള്ള ചർച്ച നടത്തുകയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കാതെ തന്നെ അയവോട് കൂടി തന്നെ അവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി തന്നെ കപ്പലുകൾക്ക് വലിയ ഇളവ് ലഭിക്കാൻ ഇത് ഏറെ സഹായകരമായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.